ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പുതിയൊരു അറിവാണ് വാഴയ്ക്ക വെച്ച് മീൻ വറക്കാമെന്ന് അറിഞ്ഞത്. അപ്പോൾ വിചാരിച്ചു വാഴയ്ക്ക വെച്ച് മീൻ വറുത്താൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു വാഴയ്ക്ക ഉണ്ടായിരുന്നു. ദേവദിനത്തിന് പച്ചക്കറിക്കകത്ത് ഒരെണ്ണം അമ്മ അവിയലിനെടുത്ത് ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കഷ്ണം നമ്മുടെ വട്ടത്തിൽ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് മീനിന് ഇടുന്ന മസാലകളെല്ലാം ചേർത്തു. മുളക് പൊടി, മല്ലിപ്പൊടിയില്ല കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട്, പിന്നെ ഉപ്പ് അരിപ്പൊടി ഇടുമ്പം ഉപ്പ് ചിലപ്പിച്ചും കുറയും, അന്നേരം ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്തിടുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ പുരട്ടി വെച്ച് ഇതുപോലെ നമ്മുടെ മീൻ ഞാൻ ഈ ഒരു കൂട്ടുകാരൻ എടുക്കുന്നത്. പിന്നെ ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ടാൽ നല്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലപോലെ പുരട്ടി കുറച്ച് നേരം വെച്ചേക്കണം. അതിനുശേഷം എണ്ണ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മോക്ക് ശ്രീനു എന്നാണ് കേട്ടോ പേര്. മോക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിഞ്ഞ് മാറ്റിയായിരുന്നു, മെഴുക്കുരട്ടി വെച്ച് മാറ്റിയ അതാണ് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ പുറമെ അതിനകത്തേക്ക് ഞാൻ ഈ വാഴയ്ക്ക ഇങ്ങനെ പുരട്ടി വെച്ചേക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റ് മീൻ വറക്കുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാം ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലെല്ലാം ഇട്ട് കൊടുത്തു. 2 സെറ്റായിട്ടാണ് വറുത്ത് കോരിയത്. അപ്പോൾ ഒരു സെറ്റാണ്ട് ഇങ്ങനെ നല്ല രീതിയിലത് മുരിയുന്നുണ്ട്. അത് മുഴുവൻ വറുത്തിട്ടിട്ട് നേരെ തിരിച്ചിട്ട് കേട്ടോ. ഒരു സൈഡെല്ലാം മുരിഞ്ഞതിന് ശേഷം മറു സൈഡ് ഇട്ട് കൊടുത്തു. അങ്ങനെ 2 സെറ്റോളം വറുത്തെടുത്തു. ഒരു കായ ഉള്ളായിരുന്നു. ഇച്ചിരി കൂടെ കട്ടിക്കരിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഇച്ചിരി കനം കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയായിപ്പോയി. സംഭവം നല്ല കേട്ടോ. അപ്പോൾ ബാലൻസ് ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയും കൂടെ ഞാൻ വറുത്തെടുത്തു. വറുത്ത് കഴിഞ്ഞപ്പോൾ നെയ്ച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്നെ നോക്കും, മീൻ വറുത്ത് വെച്ചേക്കുന്ന ഒരു അതുപോലെ ഇരിക്കുന്നു പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് വേണം ഗൈസ്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.